ഇത് ഇയോസ് പോളോടെ ജീൻസ്, മെൻസിന്റെ ജീൻസ് ആണ് ഇയോസ് പോളോ, സാറാന്റെ ആണ്. ഓ ക്രോഷ്യ മോഡൽ ട്ടാ. പാർക്ക് അവന്യൂ, ഇതാ മാർക്കോ പോളോ ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ്. ഇതാ ഇത് ബ്രാൻഡ് വരുന്നത് ആരപോസ്റ്റ് 9XL സൈസിന്റെ ഷർട്ട് കേട്ടോ. ഇത് ഏതാ ബ്രാൻഡ് എന്ന് പറഞ്ഞ? ഡെനിം ഫ്ലവർ. ഇത് പോയി ജീൻസ് ബ്രാൻഡിന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. ETA പറഞ്ഞ ബ്രാൻഡ് അത് മോസ്റ്റ് സെല്ലിംഗ് സാധനം. അപ്പോൾ ജീൻസ് നമുക്ക് 300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീക്ക്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും. ജോൺ പ്ലേയേഴ്സ് ബിഗ് സൈസ് 5 സ്ലീവ് ആണ്. ദുബായ് എക്സ്പോർട്ട് മാക്സ് ആണിത്. അലൻസോളി ടൈഡായി ആ ഒരു രീതിയില് നല്ല ഷെയ്ഡ് അല്ലേ. ഡെനിമിന്റെ ഫ്രോക്ക്. ഇത് ബെനിഗ്ലിഡിന്റെ ബ്രാൻഡാണ്. 600 500 ആ ഒരു റേറ്റ് ഉള്ളൂ. ആ റേറ്റേ ഉള്ളൂ. ഓവൻ ക്ലോത്ത് ഏതാ ബ്രാൻഡ് വരുന്നത്? മാർക്കോ പോളോ. കാർഗോസിൽ ബാഗി. ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നാണ്. ഫുള്ള് ഷിപ്മെന്റ് കണ്ടീഷനിലുള്ള സാധനങ്ങളാണ്. പാർട്ടി വെയർ ആണ്. സാറ ബ്രാൻഡ് ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും. കട ഉണ്ട്, ഒരു ഷട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. യൂണിയൻകാരുടെ പണി കിട്ടിയ നല്ലതായിരുന്നു അല്ലേ, എന്നും കാശാ. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർപ്ലസ് ഐറ്റംസ് അന്വേഷിക്കുന്ന ഒരു കുറേ പേരുണ്ട് കമൻറ്റിൽ, ഇഷ്ടം പോലെ അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിന് മുന്നേ നമുക്ക് ഷോപ്പിൻ്റെ പേര് പറയാം. ഷോപ്പിൻ്റെ പേര് വരുന്നത് ബാംഗ്ലൂർ ഫാക്ടറി ഔട്ട്ലെറ്റ്. അപ്പോൾ ബാംഗ്ലൂർ ഒന്നല്ല, നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തിൽ, സ്വന്തം പാലക്കാടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സർപ്ലസിൻ്റെ എല്ലാ തരം ബ്രാൻഡഡ് ഐറ്റംസ് എവിടെ കിട്ടും? പാലക്കാട് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു റോഡിനെ പറയുന്നത് നമുക്ക് കോളേജ് റോഡാണ് പറയുന്നത്. കോളേജ് റോഡിൻ്റെ അവിടെ തന്നെ നമുക്ക് ദി റേമണ്ട് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ബിൽഡിംഗാണ് കേട്ടോ. ആദ്യം ദൂരത്തേക്കൊന്നും പോകണ്ട, റേമണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അലൻസോളി ഉണ്ട്, പിന്നെ ഇവിടെ ബി ബാൻഡ്, ഒക്കെ ബ്രാൻഡഡ് ഷോറൂമുകളാണ് തൊട്ടപ്പുറത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതേപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സർപ്ലസ് ഐറ്റംസ് നമുക്ക് എവിടെ കിട്ടും? പാലക്കാട്. പക്ഷേ ബാംഗ്ലൂർ ഫാക്ടറി ഔട്ട്ലെറ്റിനാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കയറി നോക്കിയാൽ എന്തൊക്കെയാണ് വെറൈറ്റീസ് വരുന്നത്. കയറാം. മൊത്തം സർപ്ലസ് ഐറ്റംസ് ഇട്ടോ. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പാലക്കാട്, അവിടുത്തെ ഓണറാണ്. നമസ്കാരം. ഹായ്. എന്താണ് ഈ ബാംഗ്ലൂർ ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ലേ? അതെ, അത് അടിപൊളി പേരാണല്ലോ. അതും നമ്മുടെ പാലക്കാട്. എന്തായാലും എന്താ കിട്ടുന്നത് അവിടെ? ബാംഗ്ലൂർ ഐറ്റംസ് ആണോ? എന്താ അങ്ങനെ ഒരു പേര് വരാണോ? ബാംഗ്ലൂർ ഐറ്റംസ് അങ്ങനെയല്ല, ബ്രാൻഡഡ് എല്ലാം ഉണ്ടാവും. സർപ്ലസ് എല്ലാ ബ്രാൻഡിന്റെ സർപ്ലസ് ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ ബ്രാൻഡിന്റെ സർപ്ലസ് ഉണ്ടാവും നമ്മുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ റേറ്റ് കുറവിന് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ മേടിക്കണം, എത്ര പീസ് മേടിക്കണം, എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നോരോ വെച്ചിട്ട് തുടങ്ങാം. ചാക്കിൽ നിറച്ച് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇവിടെ നിന്ന് ഓരോന്ന് കാണിക്കാം. ഇത് ഇയോസ് പോളോടെ ജീൻസ്, മെൻസിന്റെ ജീൻസ് ആണ് ഇയോസ് പോളോ. അത് ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ എങ്ങനെയാ? നമുക്ക് സൈസസ് ഒക്കെ എങ്ങനെയാ വരിക? സൈസ് മിക്സ് ആയി വരും, എല്ലാം മിക്സ് സൈസും വരും. അപ്പൊ യുഎസ് പോളോര്, ഇതും യുഎസ് പോളോര്, അങ്ങനെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കളേഴ്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫുൾ ചാക്ക് എടുക്കണം അങ്ങനെയൊന്നും അങ്ങനെയല്ല. മിനിമം ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. മിനിമം നമ്മൾ ഹോൾസെയിൽ ആണല്ലോ, അപ്പൊ മിനിമം ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ എടുത്താൽ തന്നെ ഒരു ഷോപ്പിൽ കൊണ്ട് വെക്കുമ്പോൾ ഒരു വെറൈറ്റി വേണമെങ്കിൽ ഒരു മിനിമം 100 പീസ് എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ജീൻസിന്റെ ഈ ഒരു പേരായി. ഇനി മിക്സിംഗ് ആണ്. ഓക്കെ, ഫ്ലൈയിങ് മെഷീൻ. ബ്രാൻഡിന്റെ പേര് വേണമെങ്കിൽ നോക്കാം. അതുപോലെ കളേഴ്സുകൾ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇഷ്ടമുള്ളത് വന്ന് ചൂസ് ചെയ്യാം. പക്ഷെ സൈസസ് ഒക്കെ മിക്സ് ആയിട്ട് എല്ലാ സൈസും മിക്സ് ആയിരിക്കും. 28 മുതൽ 40, 42, 44, മാക്സിമം 50 സൈസ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. IT ഇന്ത്യൻ ടെറൈൻ്റെ ഒക്കെ 50 വരെ ഉണ്ട്. 50 വരെ സൈസസ് ഉണ്ട്. അപ്പൊ ഏതാ ഇത് ബ്രാൻഡ് വരുന്നത്? ആരപോസ്റ്റൽ. അപ്പൊ ഈ ജീൻസിന്റെ പാന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം ഇവിടെ ഉണ്ടോ? ഷർട്ട് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഷോർട്സ് ഉണ്ട്. അതുപോലെ ഈ കാണുന്നത് മൊത്തം ഇത് ഫുള്ള് നമുക്ക് കിഡ്സിന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ എങ്ങനെ എടുക്കണം, ഏത് എടുക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. എന്തായാലും ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട് അത് ആദ്യം നമുക്ക് നോക്കാം. ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് അടുത്തൊരു ഷെയ്ഡ് വരുന്നത്. ഇപ്പൊ ഈ കാണുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ വരുന്ന സമയത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്ലസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അതെ. സർപ്ലസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഉണ്ട്, ചിലപ്പോൾ ഇത് മൊത്തം നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്റ്റോക്ക് ആയിരിക്കും. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ചാക്ക് എടുത്ത് പോയാൽ കഴിഞ്ഞു. അങ്ങനെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് നമുക്ക്. കേരളത്തിൽ മാക്സിമം നമ്മൾ സപ്ലൈ ഉണ്ട്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഒരുവിധം എല്ലാ ഷോപ്പിലും സപ്ലൈ ഉണ്ട്. നമ്മൾ സർപ്ലസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ഷോപ്പിലും നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട്. ശരി. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതേതാ ബ്രാൻഡ് വരുന്നത്? ഫ്ലൈ മെഷീൻ. ഓക്കെ, ഫ്ലൈ മെഷീൻ ഉണ്ട്. പിന്നെ ചാക്കായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഷെയ്ഡ്സ്, ഏത് വേണമെങ്കിൽ സൈസസ്
ലിവൈസിന്റെ ഒക്കെ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നവർക്ക് പിന്നെ അത് തന്നെ യൂസ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര കാശ് കൊടുത്ത് നമുക്ക് വലിയ വലിയ ഷോറൂമിലൊക്കെ പോണേക്കാളും നല്ലത് ഇങ്ങനെ സർപ്ലസ് ആയിട്ട് കിട്ടുന്ന റീറ്റെയിൽ ഷോപ്പിലേക്ക് പോകുക. അപ്പൊ ആ റീറ്റെയിൽ ഷോപ്പിലേക്കുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാം. ഈ ഷോറൂമിൽ 3000, 4000, 3500, 2000 റേഞ്ച് വരുന്ന സാധനമാണ്. നമ്മൾ 600 ഇവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കണേ ജീൻസ്. ഈ ലോട്ട് 600 കൊടുക്കണേ. 300 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ജീൻസിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അതേ ബ്രാൻഡ് അനുസരിച്ചിട്ടല്ലല്ലോ റേറ്റ്, ഓരോ ബ്രാൻഡ് അനുസരിച്ചിട്ടേ വരിക. പ്രീമിയം ബ്രാൻഡ് ആകുമ്പോൾ കുറച്ച് റേറ്റ് ഡിഫറെന്റ് ഉണ്ടാവും. അതെ, അങ്ങനെയാണ് റേറ്റുകളുടെ കാര്യങ്ങൾ. അപ്പോൾ റേറ്റ് അറിയണമെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരണേ വേണം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് ഈ എങ്ങനെ ചാക്കുകൾ അയച്ചു കൊടുക്കുക ചെയ്യാം, കൊറിയർ അയച്ചു കൊടുക്കുക. നമ്മൾ അവർ ഓർഡർ തരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോ കോൾ ത്രൂ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ ഒട്ടും ദൂരമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ബാംഗ്ലൂർ ഫാക്ടറി എന്നൊക്കെ കേൾക്കുമ്പോൾ അവർ ബാംഗ്ലൂർ അല്ല, നമ്മൾ പാലക്കാട് ടൗണിൽ തന്നെയാണ്. അതെ, മെയിൻ കോളേജ് റോഡ് തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്തെന്ന് പറയാം. പിന്നെ നമ്മൾ 15 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് ഒക്കെ ഉണ്ട് 20 കൊല്ലമായി. ഹോൾസെയിലിൽ 15 കൊല്ലമായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഈ ഷോപ്പിന്റെ ഒരു ലുക്ക് ജസ്റ്റ് നോക്കാം. ഫുള്ള് ഇങ്ങനെ ചാക്കിൽ ഇങ്ങനെ ബണ്ടലായിട്ട് ഇരിക്കണത് കണ്ടോ? ഇത് ഫുള്ള് കണ്ടോ? ഫുൾ ബണ്ടലായിട്ട് ഇരിക്കണത് നമ്മൾ സാധാരണ റീറ്റെയിൽ ഷോറൂമിൽ പോകുന്ന ആ ഒരു കാണുന്ന ഫീൽ ആയിരിക്കില്ല. കാരണം ഇത് ഹോൾസെയിലാണ്. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഫുൾ ഇതുപോലെ ചാക്കിൽ നിറയെ ഇരിക്കുന്നുണ്ട്. ഫുൾ ജീൻസ് അല്ലേ? അതെ, ഫുള്ള് ജീൻസ് ആണ്. ഇത് മൊത്തം ജീൻസ് ആണ്. അപ്പൊ മൊത്തം ജീൻസ് ആണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് കളർ, ഏത് മോഡൽ, ഏത് ഡിസൈൻസ്, എൽപിയുടെ കറന്റ് സ്റ്റൈലാണ് ഇപ്പൊ ഷോറൂമിലുള്ള സാധനങ്ങൾ. അലൻസോളി അത് ആ ഒരു ഫ്രഷ് പീസ്. ഇനി നിങ്ങൾ വിചാരിക്കും സർപ്ലസ് ആണോ, ഡാമേജ് ഐറ്റംസ് ആണോ? അങ്ങനെയല്ല കേട്ടോ. ഇത് ലോട്ടായിട്ട് അവിടെ നിന്ന് ഈ ഇയർ ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തൊക്കെ ആയിരിക്കും. അതെ, ഇയർ ബാഗ് ഉണ്ടാവും. പിന്നെ ഷിപ്മെന്റ് ക്യാൻസൽ ആവും. ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ അല്ലാതെ ഷിപ്മെന്റ് ക്യാൻസൽ ആവുന്ന സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഇത് എല്ലാ പീസും ചെയ്യുമ്പോൾ 10% എക്സ്ട്രാ ചെയ്യും. ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ 10% പ്രൊഡക്ഷൻ ചെയ്യും. അപ്പൊ വലിയ ക്വാണ്ടിറ്റിയാണ് പ്രൊഡക്ഷൻ ചെയ്യുക. നമ്മളിപ്പോൾ മിനിമം 10,000 പീസ് 20,000 പീസാണ് ഓരോ ബ്രാൻഡ് പ്രൊഡക്ഷൻ ചെയ്യുക. അതിനനുസരിച്ച് എക്സസ് പീസ് ഉണ്ടാവും. അതാണ് നമുക്ക് വരുന്നത്. 100% ഒറിജിനൽ ആണ്. അതെടുത്ത് പറയണത്. അതുപോലെ ടാഗ് കാര്യങ്ങളൊക്കെ പക്ക. നിങ്ങൾ ഏതൊക്കെ ഷോറൂമിൽ വലിയ കാശ് കൊടുത്ത് മേടിക്കുന്ന ഐറ്റംസ് തന്നെയാണ് അവിടെ ഇത്രയും നിസാര റേറ്റിന് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് ഹോൾസെയിലാണ്. വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ. പാൻസിന്റെ വെറൈറ്റീസ്. അപ്പൊ ജീൻസിന് ഇത്രയും കളേഴ്സ് ഉണ്ടോ? കണ്ടോ? ജീൻസിൽ ഉള്ള എത്ര കളർ ഇവിടെ ഉണ്ടോ അവൈലബിൾ ആണ്. ആ കളർ മൊത്തം അതൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ചാക്ക് നോക്കിയേ, മൊത്തം കളേഴ്സുകളാണ് കിടക്കണത്. ഇഷ്ടം പോലെ വെറൈറ്റീസും. അത് LP ഉണ്ട്. പിന്നെ അതെ, വാനുസൈൻ, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ എടുക്കാണ്. ഇതൊക്കെ ഫുൾ ജീൻസിന്റെ മാത്രം, അല്ലെങ്കിൽ കോട്ടന്റെ പാൻസ് അങ്ങനത്തെ അത് വേറെ ചാക്ക് ഉണ്ട്. അത് ഞങ്ങൾ പൊട്ടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഫുള്ള് വരുന്നത് ജീൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടും ഇപ്പോഴും ചാക്ക് നിറയെ സാധനങ്ങൾ ഇരിക്കുകയാണ്. അത്രയും സ്റ്റോക്ക് പണ്ട് ഇവിടെ തന്നെയാണ് മെയിൻ ആയിട്ട് ഷോറൂം കാണിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റോക്ക് വേറെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ സ്റ്റോക്ക് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് വന്നോണ്ടിരിക്കൂല്ലേ? ഓക്കെ, ഡെയിലി ചാക്കിൽ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അതാ ഇഷ്ടം പോലെ. പിന്നെ ഈ കാണുന്നത് മൊത്തം ഇത് കിഡ്സ് ആണ്. ഇത് മൊത്തം കിഡ്സ് ആണ്. ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. കിഡ്സ് മിക്സ് ആയിട്ട്. എത്ര വയസ്സ് വരെ പോകും? ഇത് 0 മുതൽ ഒരു 15. ഈ ബാക്കിൽ ഇരിക്കുന്നത് കിഡ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ കളർഫുൾ ആയിട്ട്. അതെ, കിഡ്സ് ആണ്. ഇതെന്തായാലും നമുക്ക് പിന്നെ കാണാം. എന്തായാലും ചാക്ക് പൊട്ടിച്ചു, നമ്മള് ജീൻസ് പൊട്ടിച്ചു. അപ്പൊ ഇനി അതിന് പറ്റിയിട്ടുള്ള കുറെ കോട്ടനും ഷോർട്സും ഷർട്ടും ഒക്കെ ഷർട്ട് കാണിക്കാം. ഇദ്ദേഹത്തിന്റെ പരിചയപ്പെട്ടില്ല. സുഹൈബ്, ജ്യേഷ്ഠന്റെ മോനാണ്. നമസ്കാരം കേട്ടോ. ഇവിടുത്തെ കൊച്ചു മുതലാളി. അപ്പൊ ഈ ഒരു കൊച്ചു മുതലാളി, ഈ ഒരു കൊച്ചു മുതലാളി നമ്മുടെ ബോസ് അപ്പുറത്തുണ്ട്. നമ്മളെ ഒന്ന് വിളിക്കാം. അപ്പൊ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ബോസിനെ. ബോസ് വേണ്ടാന്ന് എന്നെ കാണിക്കണ്ടെന്ന്. ഓക്കെ, അപ്പൊ അടുത്തത് ഷർട്ടിലേക്ക് കിടക്കാം. ലിവൈസിന്റെ ഷർട്ട്. പിന്നെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട്? നമ്മള് ബിഗ് ആയതുകൊണ്ട് നമുക്ക് എൻക്വയറി ഉണ്ട്. ഈ ബിഗ് സൈസ് ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇത് ഡെനിമിന്റെ ഷർട്ടുകള്, അതുപോലെ പൂക്കളുള്ളത്. എന്റെ പൊന്നെ, ഇത് ഏതാ സൈസ്? 9XL സൈസിന്റെ ഷർട്ട് കേട്ടോ. ബ്രാൻഡും സൈസും കൂടി ഒന്ന് നോക്കിക്കോ. കണ്ടോ? അതും ക്വാളിറ്റി ഒക്കെ ഞാൻ പറഞ്ഞത് എന്റെ കാര്യമില്ല. സർപ്ലസ് ആണ്, ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അതിനെ കുറിച്ച് മിനിമം ക്വാളിറ്റി ഇല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം എക്സ്പോർട്ട് സർപ്ലസ് ആണ്. മിനിമം ക്വാളിറ്റി ഉണ്ടെങ്കിലേ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ലിനന്റെ അല്ലേ? എന്തായാലും മൊത്തത്തിൽ ഷർട്ടിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടു. ജീൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നോർമൽ നമ്മൾ ഈ ബ്ലൂ, ബ്ലാക്ക്, ലൈറ്റ് സ്കൈ ബ്ലൂ അങ്ങനെയൊക്കെയല്ല കാണുന്നത്. പക്ഷെ ഷർട്ടിൽ വരുമ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണിക്കാണ്ട്. അതുപോലെ ബിഗ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അടിപൊളിതാ. എന്തൊക്കെ വെറൈറ്റീസാ കാണിക്കാനുള്ളത്.
ഒക്കെ സർപ്ലസ് ഐറ്റംസ് ആട്ടോ. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിൽ. അപ്പൊ ഷർട്ടിന്റെ കാര്യത്തിൽ വരുമ്പോ നമുക്ക് ഈ ഇപ്പൊ ഇത് കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാ ഇത് സെറ്റ് ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ മിക്സിംഗ് ആണ്, ഇത് അസോർട്ടഡ് ആണ്, സൈസ് വൈസിൽ വരും. ഇതും മാക്സിമം എല്ലാ സൈസും ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ഡിസൈനിലും എല്ലാ സൈസും ഉണ്ടാവണം എന്നില്ല. സർപ്ലസ് ആയതുകൊണ്ട് എല്ലാ ഡിസൈനിലും എല്ലാ ഇതിലിപ്പോ ഇത് പറയുകയാണെങ്കിൽ എക്സൽ ഉണ്ടാവും, എൽ ഉണ്ടാവും, എം ഉണ്ടാവും. ഇതിൽ തന്നെ എല്ലാ സൈസ് അവൈലബിൾ ഉണ്ടാവണം എന്നില്ല. ഞാൻ എടുത്ത് ഉള്ളതും ഉണ്ടാവും. അപ്പൊ ഒരു ചാക്കില് ശരിക്കും എത്ര 100 പീസ് അത് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം ഷർട്ട് ആയാലും? അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ മിനിമം 100 പീസ് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം. അതിന് മുകളിൽ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് ആണ്. എത്ര വേണമെങ്കിലും എടുക്കാം. ഷർട്ട് പിന്നെ ഡെനിമിന്റെ നേരത്തെ കണ്ടത് ഇതൊരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഫുൾ സ്ലീവില്. ഇതൊക്കെ ഇപ്പൊ തന്നെ ആൾക്കാർ കൊത്തിക്കൊണ്ട് പോകും കേട്ടോ. വേറെ ആൾക്കാർ കിട്ടണമെങ്കിൽ വേഗം തന്നെ വന്ന വീഡിയോ ഓർഡർ ഉള്ള സാധനങ്ങളാ. അതെ അല്ലേ? അതുപോലെ അടുത്തത് ETA പറഞ്ഞ ബ്രാൻഡാണ്. മൈക്കില്ല കേട്ടോ, ഒന്നുകൂടി പറഞ്ഞോ. ETA പറഞ്ഞ ബ്രാൻഡാണ്. മോസ്റ്റ് സെല്ലിംഗ് സാധനം. അപ്പോൾ നല്ല ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം. അതിൽ ഒരുപാട് സ്റ്റൈൽ. ഹാഫ് സ്ലീവ് ആണ്, ചൈനീസ് നെക്ക് ആണ്. ഇവരെ കൂടുതൽ ചൈനീസ് നെക്കാ വരാ. ഈ നെക്കാ വരാ. ഹാഫ് സ്ലീവ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ലിനന്റെ പോലെ തന്നെ. അതെ അതെ, ലിനന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര ലൈറ്റ് വെയിറ്റിലൊക്കെ. ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ചൈനീസ് കോളറിൽ വരുന്ന ഐറ്റംസ്. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ കളർ ഡിഫറെന്റ് ആണ് കേട്ടോ. സെയിം ബ്രാൻഡിന്റെ ഒരു തന്നെ ഒറ്റ ബ്രാൻഡില് കളേഴ്സ് ആണ് ഇത്. ഇതൊന്നും അല്ല, നമ്മൾ കുറച്ച് കാണിച്ചെന്നുള്ളൂ. വീഡിയോയില് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ETA ബ്രാൻഡ് ട്ടോ. അതില് സൈസസ് വ്യത്യാസങ്ങളുണ്ട്. ഡിഫറെന്റ് സൈസ് വരും, ഡിഫറെന്റ് കളർ വരും. സോഫ്റ്റ് മെറ്റീരിയൽ. അതെ, ക്രഷ് കോട്ടൺ ആണ്. അതെ, ക്രഷ് കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. ക്രഷ് ആണ്, ഫുള്ള് അങ്ങനെ. ഇതൊക്കെ പല പല മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ ഒക്കെ വെറൈറ്റികളാണ് ഷർട്ടിന്റെ വരുന്നത്. ഒക്കെ നമുക്ക് ബൾക്കായിട്ട് ഹോൾസെയിൽ എടുക്കണം. കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു സർപ്ലസ് എവിടെ കിട്ടാന്നുള്ളത്. അപ്പൊ കണ്ടുപിടിച്ചില്ലേ ഞാൻ? അപ്പൊ ഇത് ഫുള്ള് നമുക്ക് ഷർട്ടിന്റെ ഒരു കളക്ഷൻ വരുന്നത്. ഇപ്പുറത്തും ഉണ്ടല്ലോ കുറെ ഷർട്ടുകളൊക്കെ. അപ്പൊ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്, ഫോർമലും ഉണ്ട്, ജീൻസ് ഉണ്ട്, കോട്ടൺ അല്ല, ജോൺ പ്ലേയേഴ്സ്. ആ പേരൊന്ന് കാണിച്ചു കൊടുത്തോ. ജോൺ പ്ലേയേഴ്സ്, പാർക്ക് അവന്യൂ. അതാ പാർക്ക് അവന്യൂ. അപ്പൊ ബ്രാൻഡിന്റെ പേര് കാണിച്ചാലാണ് അവർക്കൊരു പ്രൂഫ്. അത് ഇപ്പൊ കാണുന്നത് ആവില്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ മാറി വരും. അപ്പൊ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട്? ആരോ ഉണ്ട്, ജോൺ പ്ലേയേഴ്സ് ഉണ്ട്, ഇപ്പൊ ലിവൈസ് ഉണ്ട്, ETA ഉണ്ട്, റൈമൻസ് ഉണ്ട്, പാർക്ക് അവന്യൂ ഉണ്ട്. ഷർട്ടില് ഡെനിം ഫ്ലവറിന്റെ ഷർട്ട് കണ്ടില്ല? ഡെനിം ഫ്ലവറിന്റെ ഷർട്ട് കറന്റ് സ്റ്റൈലാണ്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ലേ? അതെ അതെ അതെ, കറന്റ് സ്റ്റൈല്. അങ്ങോട്ട് തിരിച്ചോ. അതാ ഫാബ്രിക്കിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടോ, ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്. അപ്പൊ ഇത് ഏതാ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ? ഡെനിം ഫ്ലവർ കേട്ടോ ഈ ബ്രാൻഡ്. ക്ലോത്ത് ഭയങ്കര ഡിഫറെന്റ്. അവരെ എപ്പോഴും ക്ലോത്ത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഷർട്ട് ആയാലും ടീഷർട്ട് ആയാലും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ക്ലോത്ത്. വേറെ ബ്രാൻഡ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ക്ലോത്ത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോഴത്തെ ചെത്തണ പിള്ളേർക്കൊക്കെ പറ്റിയിട്ട്. അതെ 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 അതെ. കണ്ടോ നല്ല നല്ല വെറൈറ്റികൾ കണ്ടോ, പൂക്കളോ. പിള്ളേർക്കൊക്കെ ഇത് കണ്ട വാവ് സൂപ്പർ. ഇതൊക്കെ നല്ല ബനിയൻ സ്റ്റഫ് എന്ന് തന്നെ പറയാം. ഇമ്പോർട്ടഡ് ക്ലോത്ത്. അതെ അതെ, ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ. ക്ലോത്ത് പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് ഇന്ത്യയിൽ ചെയ്യാണല്ലേ? ഓക്കെ. ഇതൊക്കെ കണ്ടോ നല്ല ക്ലോത്ത് വൈസ് നോക്കുമ്പോൾ എല്ലാതും ഡിഫറെന്റ് ആണ്. പക്ഷെ ബ്രാൻഡ് വരുന്നത് ഡെനിം ഫ്ലവർ. അതിലിതാ വെറൈറ്റികൾ ഇതാ. ഇതൊക്കെ അതിൻ്റെ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കണ്ടോ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ വന്നത് ചിലപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കില്ല. പുതിയ പുതിയ കളക്ഷൻസ്, പുതിയ പുതിയ മോഡൽസ്, പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ആയിരിക്കും. ഫ്ലൈ മിഷൻ അത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. കണ്ടോ ഫ്ലൈ മിഷൻ ഒക്കെ ഇവിടെ ഇപ്പൊ അറിയപ്പെടുന്ന ബ്രാൻഡുകളാണ്. മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ബ്രാൻഡാണ് ഫ്ലൈ മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഫ്ലൈ മിഷൻ, അതുപോലെ ആരോ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ബ്രാൻഡ്. അല്ലാത്ത ബ്രാൻഡുകളും ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. ഇന്ത്യയുടെ പുറത്തേക്ക് ഫേമസ് ബ്രാൻഡുകളും ഉണ്ട്. ഇതും ഫ്ലൈ മിഷൻ. ഇതാ ചെക്കിൽ വേണോ, പ്ലെയിനിൽ വേണോ, പൂക്കൾ വേണോ, ഇലയിൽ വേണോ, അങ്ങനെ ഇങ്ങനെ വെറൈറ്റീസ് കേട്ടോ. ഇതൊക്കെ ഉണ്ട് ചെക്കിൽ ഏത് വേണമെങ്കിലും. ഒക്കെ ബ്രാൻഡഡ് ആണ്. നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ ഈ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇതായിട്ട് കിടക്കുക, അലങ്കോലായിട്ട് കിടക്കുക അല്ല. ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ വന്നാൽ ഒരു 200-300 പീസ് എടുക്കും. മൊത്തം അവർ നോക്കണം. ഈ സ്റ്റോക്ക് നോക്കിയാൽ തന്നെ അവർക്ക് അപ്പോൾ പിന്നെ വീണ്ടും റീസെറ്റ് ചെയ്യണം. അത് ഇങ്ങനെ വെക്കാൻ നമുക്ക് സെറ്റ് ഹോൾസെയിൽ ആയതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് റീറ്റെയിൽ പോലെ നമുക്ക് ഇങ്ങനെ ഷോറൂമിൽ പറ്റിയതെന്ന് വെച്ചാൽ ഒരു പീസ് അല്ലല്ലോ വന്ന് മേടിക്കണത്. ഒരു പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആവശ്യമനുസരിച്ച് നോക്കി ചെയ്യാൻ പറ്റും. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ അവർ വേറെ ഒന്നും നോക്കില്ല. ഒരെണ്ണം എടുത്തോ ഇതിന്റെ പൈസ കെട്ടിക്കോട്ടെ ചാക്കില്, അത്രയും ഡൗൺലോഡ് ആയി. പിന്നെ ഈ പ്രൊഡക്ഷനിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറെ ഒരു ഷർട്ടിൽ തന്നെ ഇങ്ങനെ 5-6 പീസ് വരും. അത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല. എല്ലാം നോക്കുമ്പോഴാണ് കസ്റ്റമർക്ക് അറിയാം.
ഇപ്പൊ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവും ഇതിൽ തന്നെ. ഇപ്പൊ ചേച്ചി നോക്കില്ല, ഇപ്പൊ ഇതിൽ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഒരു 10, 30, 40 ഒരു ബ്രാൻഡിൽ തന്നെ 40 വെറൈറ്റി ഉണ്ടാവും. അപ്പൊ എല്ലാം നോക്കിയാലാണ്. അപ്പൊ അങ്ങനെ റീസെറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ കാണുന്നത്, അല്ലാതെ സ്റ്റോക്ക് എപ്പോഴും കറണ്ട് ആയിരിക്കും. ചാക്കുകൾ വന്നോണ്ടിരിക്കുക, പിന്നെ എവിടെ വെച്ചിട്ട് ഈ സെറ്റ് ചെയ്യണം. അതെ അതാണ് നമുക്ക് ഇങ്ങനെ പാക്കിംഗ് ആയി പോയിക്കൊണ്ടിരിക്കും, സാധനം വന്നോണ്ടിരിക്കും പോയിക്കോ. അപ്പൊ അതിന്റെ ഇങ്ങനെ മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഹോൾസെയിൽ ആണ്, ചോദിക്കാൻ പാടില്ല. എന്നാലും റേറ്റ് ഒന്ന് അറിയാൻ പറ്റുമോ നമുക്ക്? സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം ജീൻസ് നമുക്ക് 300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 300 മുതൽ ഇപ്പോൾ ഉള്ളത് 600, 650 വരെ ഉള്ളത്. ഷർട്ടും അതേപോലെ 250 ഉണ്ട്, 300 ഉണ്ട്, 350, 380, 400, 450. പ്രീമിയം ബ്രാൻഡ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് റേറ്റ് ഡിഫറെന്റ് വരും. ഓക്കെ. പിന്നെ കിഡ്സിന്റെ വരുമ്പോഴാ കിഡ്സ് 200 മുതൽ സ്റ്റാർട്ടിങ് 200. ഈ പറഞ്ഞ റേറ്റുകളൊക്കെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസാ പറയണത്. കാരണം എപ്പോഴും ലോട്ട് വന്നോണ്ടിരിക്കുകയാണ്, എപ്പോഴും ചാക്കുകൾ വന്നോണ്ടിരിക്കുമ്പോൾ അതിന്റെ റേറ്റുകളും മാറിക്കൊണ്ടിരിക്കും, തുണികളും മാറിക്കൊണ്ടിരിക്കും. അല്ല അവര് 6 മാസം കഴിഞ്ഞിട്ട് പറയാം, അത് അന്ന് വീഡിയോയിൽ ഈ റേറ്റ് ആണല്ലോ പറഞ്ഞത്, ഈ റേറ്റിന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, അന്നത്തെ വരുന്ന ലോട്ട് വേറെ ആയിരിക്കുമല്ലോ. മുഫ്തി ബ്രാൻഡിന്റെ ഷർട്ട് കേട്ടോ. അപ്പൊ എല്ലാ തരം ബ്രാൻഡിന്റെ ഐറ്റം. ഓഹോ, കണ്ടോ, ഒക്കെ മുഫ്തി ബ്രാൻഡിന്റെ ആണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കണം. ഓർത്തോട്ടെ, ഇതൊക്കെ മുഫ്തി ബ്രാൻഡിന്റെ. മുഫ്തി ബ്രാൻഡ് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഇത് ഇന്ത്യയുടെ പുറത്ത് അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇന്ത്യയിലെ പ്രൊഡക്ഷന് പുറത്തേക്ക് പോണ സാധനമാണ്, എക്സ്പോർട്ട് പോണ സാധനമാണ്. അതെ, ബാംഗ്ലൂരിലൊക്കെ ഇപ്പൊ ഷോറൂം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ അല്ലേ, മുഫ്തിയുടെ അല്ലേ? ഓക്കെ. ഡെനിമിന്റെ, അതും സോഫ്റ്റ് ഡെനിമിന്റെ ഫുൾ സ്ലീവില് വരുന്നത്. ഇത് പല വെറൈറ്റിയില്, പല ഡിസൈൻസ്, പല മോഡൽസിൽ, ഒക്കെ ബ്രാൻഡഡ് ആണ്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ കടക്കാർ മാത്രം വന്നാൽ മതിയിട്ട് ഇവിടെ. ഇത് പ്രിന്റഡ് ഒരു ടൈഡായി ആ ഒരു രീതിയിൽ നല്ല ഷെയ്ഡ് അല്ലേ? ഇതിപ്പോ ടീഷർട്ടിലൊക്കെ നല്ല മൂവിങ് ഈ ഒരു ഷെയ്ഡ്. ഓവർ സൈസ് എന്ന് പറയുമ്പോൾ ഒരു ആവേശം ഉണ്ട് കേട്ടോ. കണ്ടോ, ഓവർ സൈസിൽ വരുന്ന കളക്ഷൻസ്. ഓവർ സൈസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഓവർ സൈസിൽ കിട്ടാൻ പാടാണ്, കിട്ടില്ല, അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. നോർമൽ ഷർട്ടാണ് കിട്ടുക ഓവർ സൈസ്. നമ്മുടെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ കുറെ വെറൈറ്റികൾ ഉണ്ടാവും, അതിനായിട്ട് കസ്റ്റമർ ഉണ്ട് നമുക്ക്. അല്ല, ഇപ്പൊ ഈ ഓവർ സൈസ് എന്ന് പറഞ്ഞപ്പോ ഓവർ സൈസ് എന്ന് പറയുമ്പോൾ അതന്നെ ഫുൾ ചാക്ക് എടുക്കണം അങ്ങനെയൊന്നുമില്ല. വീണ്ടും എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ കമന്റിൽ അവർ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക എങ്ങനെ എടുക്കണം, ഏത് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഫുൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല, ഓവർ സൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓവർ സൈസ് നോർമൽ സൈസ് പോലെ ഓവർ സൈസ് സെയിൽ ആവില്ല, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ഞങ്ങൾ അല്ലേ. സീലിയോ ബ്രാൻഡ് അല്ല, ഞാൻ അതിന്റെ പൂക്കൾ കണ്ട് നിന്ന് പോയത്. എന്ത് രസമല്ല കാണാനായിട്ട്. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇത് പോയി ജീൻസ് ബ്രാൻഡിന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. മെറ്റീരിയൽ അടിപൊളിയാട്ടോ. എന്തായാലും ഇതിന്റെ കോപ്പി ഒക്കെ ഇറങ്ങുന്നുണ്ട് പുറത്ത്, പക്ഷെ ഇത് ബ്രാൻഡ് ഒറിജിനൽ ആണ്. കോപ്പി ഇറങ്ങുന്നുണ്ട്. കോപ്പി എന്താണെന്നറിയോ, കോപ്പി ഈ പ്രൈസിൽ കിട്ടില്ല. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നല്ല കോസ്റ്റ് വരും. ഇത് നമ്മൾ സർപ്ലസ് ആകുമ്പോൾ ആ റേഞ്ചിൽ കൊടുക്കുകയാണ്. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. അതുകൊണ്ട് കോപ്പി ഒരിക്കലും ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ലാസ്റ്റ് ഇയറിലൊക്കെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ കിട്ടുക. കാരണം എന്ന് വെച്ചാൽ ഇത് ഷോറൂമിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കറന്റ് 2024 ആ ഒരു സെയിം ഇയറിൽ തന്നെ അവർക്ക് വെക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇയർ ബാക്കിന്റെ അങ്ങനത്തെ സംഭവം ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് കുറവിന് കിട്ടുന്നത്. അല്ലാണ്ട് ഡാമേജോ കീറിയത് അങ്ങനത്തെ സംഭവം അല്ല. അത് എടുത്ത് പറച്ചാൽ ഒരു സർപ്ലസ് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ അവർക്ക് വേണ്ടിട്ട് ഒരു ഐഡിയ ആണ്. ഇല്ലേ, അവർ ചോദിക്കും എന്താണ് സർപ്ലസ്, എന്താണ്. ഇനിയിപ്പോ ഇവര് പേര് കേൾക്കുമ്പോഴേ ഇവര് അയ്യോ അപ്പൊ ഇത് ഷോറൂമിൽ ഇത്ര റേറ്റ്, നിങ്ങളുടെ അവിടെ എന്താ ഇത്ര കുറവ്, ആ ഒരു ഡിഫറൻസ് മൈൻഡിൽ അവർക്ക് സെറ്റ് ആണ്. നമ്മൾ മലയാളികളല്ലേ, പറഞ്ഞിട്ടില്ലേ. എന്താ അടിപൊളി സീലിയോ, ഇതാ സീലിയോ. അപ്പം ഇഷ്ടം പോലെ ഷർട്ടുകൾ. ഇത് അടിപൊളിയാണല്ലോ. ഇത് ഓവർ സൈസ് ആണെന്ന് തോന്നുന്നു. കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു. കണ്ട ഓവർ സൈസ് ഷർട്ട്. ഇത് ഏതാ ബ്രാൻഡ് നോക്കിയേ? എക്സ്പോർട്ട് ബ്രാൻഡ്. ഓക്കെ. ഓവർ സൈസിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഷർട്ടുകളൊക്കെ. വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിലിപ്പോ. മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം അത് അപ്പുറത്തെ സൈഡ്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇതാ പുതിയ എന്താ പറയാ, പുതിയ സ്റ്റോക്ക് വന്നോണ്ടിരിക്കല്ലേ ഇപ്പൊ? അതെ, പുതിയ സ്റ്റോക്ക് വന്നോണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും എന്ന് വെച്ചാൽ വീക്ക്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പുതിയ സ്റ്റോക്ക് വന്നോണ്ടിരിക്കുക. എന്നെ അടിച്ച് കൊല്ലാവോ? എന്തായാലും ഇത് ഫുൾ അയച്ചിട്ട് എന്താണ് ഇപ്പോഴത്തെ വെറൈറ്റി നോക്കണം. എന്തായാലും ഇത് വന്ന വീഡിയോ ഇടുമ്പോഴേക്കും ഒക്കെ പോയിട്ടുണ്ടോ? ഇനിയിപ്പോ എങ്ങനെയാ ആഴ്ചയിലല്ലേ ഇത് വരാ? അതെ, ആഴ്ചയിലല്ല, എവരിഡേ വരും നമുക്ക് സാധനം. എവരിഡേ വരും സാധനം. ഓ അടിപൊളി, എവരിഡേ സൂപ്പർ.
അപ്പൊ എവറി ഡേ ലോട്ട് ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് ഊരിയിട്ട് നമുക്കൊന്ന് നോക്കണം എന്താ ഐറ്റംസ്. അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇത്ര നേരം, ഡ്രൈവർ ചേട്ടൻ ഒരു മിനിറ്റ് വന്നേ, ഒരു ഹായ് പറയട്ടെ. ഇത്ര നേരം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വണ്ടി ഇവിടെ വരെ ഇറക്കിയതല്ലേ, വാ വേണ്ടത് ഒന്ന് പാടേ. എന്തായാലും ഇത് തുറക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടാ. ബണ്ടൽ ഇതാ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്കുള്ളതാ? അതെ, നമുക്കുള്ളതാ. നിറയെ ഇറക്കിക്കോ, എന്നോട് മാറി തലയിലേക്ക് വീഴുന്ന്. ഇതേ പൊക്കടെ, യൂണിയൻകാരുടെ പണി കിട്ടിയ നല്ലതായിരുന്നു അല്ലേ, എന്നും കാശാ അല്ലേ അല്ലേ ചേട്ടാ? ആ അതെ, കാണാണ്ടിരിക്കാൻ വേണ്ടി പാലക്കോട് കൊണ്ടിടണോ. പോട്ടെ, ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിക്കണം. ഇത് ഇവിടേക്കുള്ളത് തന്നെയാണെന്ന് അറിയണ്ടേ നമുക്ക് അല്ലേ? കത്തിയ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ വേഗം വേഗം. ആ അതാ, ഒന്ന് പൊടിച്ച് ഇറക്കിക്കോ ഒറ്റേ. യെസ്, എന്നാ ഇപ്പൊ വന്ന പുതിയ സ്റ്റോക്കാണ് കേട്ടോ ഇത്. വീഡിയോ ഇറക്കുമ്പോഴേക്ക് ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഫുൾ കവറിൽ പാക്കിംഗ് ആയിട്ടാണ് വരുന്നത്. കിഡ്സ് ആണ്, കിഡ്സ്. ഇപ്പൊ വന്നിട്ട് മൊത്തം കിഡ്സ്. ഇത് മൊത്തം കിഡ്സിന്റെ ആണ്. ഓക്കെ ഓക്കെ, കണ്ട ഒരു തരി ഉള്ളിൽ കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കവർ, അതിന്റെ ഉള്ളിലാണ് നമ്മുടെ എല്ലാ ഐറ്റംസ് ഇരിക്കുന്നത്. അതും ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വരുന്നത്. നമുക്ക് ട്രെയിനിൽ വരുന്ന സാധനം, ട്രെയിനിൽ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വണ്ടിയിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് തന്നെ കൊണ്ടുവരുള്ളൂ സാധനം. അതെ, കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ. അതെ അതെ അതെ. ചാക്ക് ഇങ്ങടെ പൊട്ടിക്കാൻ ഇങ്ങടെ തള്ള ഒക്കെ എത്ര പീസ് ഉണ്ടാവില്ല ഇതിൽ നിറയെ. ഓ, ഇത്രയും ഇതിലാണല്ലേ സെക്യൂർഡ് ആയിട്ടാ വരുന്നല്ലേ. ഒക്കെ കുട്ടികളുടെ ഐറ്റംസ്. ഇതൊക്കെ എന്താ മോഡൽ എന്നൊക്കെ നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. ഇത് ഫുള്ള് ഇതാ കുട്ടികളുടെ സ്റ്റോക്കുള്ള. ഇത് ബ്രാൻഡ് കാണിച്ചു കൊടുത്ത ബ്രാൻഡ് ഇതാ, ബ്രാൻഡ് കൂടി കണ്ടോ, സർപ്ലസ് ഐറ്റംസ് ആണ്. ഇതും ഒരു ബ്രാൻഡ് തന്നെ, സെയിം ബ്രാൻഡ് അല്ലേ? സെയിം ബ്രാൻഡ്. അപ്പൊ ഫുൾ ചാക്ക് ഒരു സെയിം ബ്രാൻഡിൽ തന്നെയാണ്. മിക്സിംഗ് ആയിട്ടുണ്ടാവും. ഇതിപ്പോ ഈ കാണുന്നത് വേറെ വേറെ ബ്രാൻഡും വരും. ഓക്കെ, ഒരു ചാക്കില് ഒരു ബ്രാൻഡ് അങ്ങനെയാവും. ഞാൻ അടുത്ത ചാക്ക് പൊട്ടിക്കുമ്പോൾ അടുത്ത ബ്രാൻഡ് ആയിരിക്കും കിട്ടുക. എന്താ യൂണിയൻ ചേട്ടന്മാരൊക്കെ നോക്കിയാ, ചേട്ടൻ പണിയെടുത്തോ, ഗോ ടു വർക്ക്. അപ്പൊ നമ്മൾ അകത്ത് പോയിട്ട് കളക്ഷൻസ് കാണിക്കാം. ഓക്കെ, ഇത് അവര് തന്നെ കയറ്റട്ടെ ഫുൾ. അപ്പൊ ഇതാ ഫുൾ അങ്ങോട്ട് ഇറക്കട്ടെ. നമുക്കൊന്ന് ബാക്കി കുറെ ഇനിയും ബ്രാൻഡിന്റെ കളക്ഷൻസ് കാണിക്കാണ്ട് പോയാലോ നമുക്ക് വരും. പോരട്ടെ പോരട്ടെ, ഒക്കെ ഇവിടെ കൊണ്ടുപോയി അങ്ങോട്ട് തട്ട് മൊത്തം. ഇത് ഫുൾ ഇനി പൊട്ടിച്ചൊക്കെ കാണാനുള്ളതാ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ലോഡ് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എന്നും പുതിയ പുതിയ ലോഡുകൾ വരും അല്ലേ? വെറൈറ്റി ലോഡുകൾ മാക്സിമം ദിവസങ്ങളിൽ ലോഡ് വരും അല്ലേ? ഓക്കെ, ഇത് ഫുൾ സെക്യൂർ. ഇപ്പൊ നമ്മൾ പൊട്ടിച്ച ചാക്കാണ് കേട്ടോ ആ ബ്ലൂ കളർ ആയിട്ട് ഇരിക്കുന്നത്. ശരിക്ക് വൈറ്റിൽ വന്നിട്ട് പിന്നെ ബ്ലൂവിൽ വന്ന് പിന്നെ അതിന്റെ ഉള്ളിൽ പ്രോഡക്റ്റ് അങ്ങനെയാണ്. അപ്പൊ ഇത് മൊത്തം കിഡ്സിന്റെ ഐറ്റംസ്. അതെ, ഇതിപ്പോ വന്നത് മൊത്തം ഈ വണ്ടിയിൽ ലോഡ് വന്നത് മൊത്തം കിഡ്സിന്റെ ഐറ്റംസ് ആണ്. അപ്പൊ എല്ലാ ഐറ്റംസും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും അവര് ലോഡ് ഇറക്കട്ടെ, കുറച്ച് ലോഡ് കൂടുതൽ ഇറക്കാണ്ട്. 2 വണ്ടിയുണ്ട്, ഒരു വണ്ടിയുടെ സാധനങ്ങൾ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഇനി അടുത്ത വണ്ടി പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കി ഇവർ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഷർട്ട് കാണിക്കുന്ന നേരത്താണ് കേട്ടോ. അതാ ബണ്ടലായിട്ട് സാധനങ്ങൾ ഇറക്കി. അപ്പൊ ആ ഫുള്ള് ഇതാ ഇവിടെ ലോഡ് ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് പിന്നെ പ്ലെയിനും കാണാം. ഇപ്പൊ ഉള്ളത് പുറത്തത്തെ പൊട്ടിച്ചത് കാണാം അല്ലേ നമുക്ക്. അപ്പൊ എന്താ ഷർട്ട് കാണിക്കാൻ പോയിരുന്നത്? നമ്മൾ നേരത്തെ ബ്രാൻഡ് പറഞ്ഞ് നിർത്തിയത്. ഇതാ, അപ്പൊ ഇത് ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഹക്കോബയില് ഇതാ ഭയങ്കര ഡിസൈനർ വയറാണ് ഇവിടെ ഫുള്ള്. ഈ ഒരു ബ്രാൻഡിന്റെ. അതെ, ഈ ബ്രാൻഡ് ലിച്ച് എന്നല്ലേ പേര്? സ്നിച്ച്, എസ് ആണ്. അതെ, സ്നിച്ച്. സ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കാം. സ്നിച്ച്. ഓക്കെ, കണ്ടോ, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, വെറൈറ്റികളുണ്ട്. ഇതാണ് ബ്രാൻഡ് വരുന്നത്. അപ്പൊ സ്നിച്ച് ബ്രാൻഡിന്റെ അതേ ഷർട്ടുകൾ വേണ്ടത് വെറൈറ്റി ഉണ്ട്. അതിൽ ട്രാൻസ്പെറന്റ് ഉണ്ട്, അല്ലാത്തത് ഉണ്ട്. ഇതൊക്കെ കണ്ടോ, പ്ലെയിനിലുണ്ട്, വർക്കിലുണ്ട്, ചെക്കിലുണ്ട്. ഏതൊക്കെ മോഡൽ വേണോ, ഇതൊക്കെ നോർമൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറെ അങ്ങനെ ആർഭാടല്ലോ. ചൈനീസിൽ വേണോ, സാധാ കോളർ. ഇതൊക്കെ നല്ല ഫാബ്രിക്, സാറ്റനില് ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. സിൽക്ക് കുറച്ച് ഡിഫറെന്റ് ആണ് ഷർട്ടൊക്കെ, ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ കേട്ടോ. കണ്ടോ, അതും നമുക്ക് പാന്റിന്റെ ഒക്കെ പാരഷൂട്ട് ഇല്ലേ, അതേപോലെ തന്നെ ഇതിലും അടിയിൽ പാരഷൂട്ട് മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റിബ് പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 ബലൂൺ ഫിറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു ഷർട്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിലും മേടിക്കാം. അവർ റീറ്റെയിൽ ആയിട്ട് മേടിക്കുന്നത് റീറ്റെയിൽ ഷോപ്പിലേക്ക് പോകണം. പക്ഷേ ഇവിടെ ഹോൾസെയിലാണ്. ഇതൊക്കെ ട്രാൻസ്പെറന്റ്. ഇത് പ്രിന്റ്, ഒരു ഇക്കത്തിന്റെ പ്രിന്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് റിങ്കിൾ മെറ്റീരിയൽ ഇല്ല, ഭയങ്കര സോഫ്റ്റ്. പക്ഷെ ഇമ്പോർട്ടഡ്
5 സ്ലീവ് ഷർട്ട്. ഇത്രയും വലുത് അല്ലേ? അതെ, ബിഗ് സൈസ് 5 സ്ലീവ് ആണ്. 5 സ്ലീവ് ഡ്രോപ്പ് ഷോൾഡർ ഇതൊക്കെ എല്ലാ വെറൈറ്റീസ് അതിലെല്ലാം ഉണ്ടാവും. ഈ ബ്രാൻഡിൽ തന്നെ ഈ ബ്രാൻഡിൽ കുറെ ബ്രാൻഡ് തന്നെ, കുറച്ച് ബ്രാൻഡ് തന്നെ ഇങ്ങനത്തെ ഒരു ഫാൻസി ടൈപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവര് കൂടുതലായിട്ട് ഈ ബ്രാൻഡിന്റെയാണ് കൂടുതൽ ഇങ്ങനെ വരുന്നത് അല്ലേ? ഇതൊക്കെ കണ്ടോ, ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ, പ്രിന്റ് അല്ല, ഫുൾ ത്രെഡ് വർക്കിലാണ്. അപ്പൊ അങ്ങനത്തെ ഷർട്ടുകൾ അതിൽ ഷോർട്ട് സ്ലീവ് വേണോ ഫുൾ സ്ലീവ് വേണോ, ഇതൊരു വേറെ വെറൈറ്റി. ഇതൊക്കെ ഡെനിമിന്റെ അല്ലേ? ഡെനിമിന്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഒരു മിലിറ്ററി കളറിലാണ് വരുന്നത്. ഇതും സെയിം ബ്രാൻഡാ? അതെ, സെയിം ബ്രാൻഡ്. പാക്കിംഗ് കണ്ടീഷനുള്ള സാധനമാണ്. ഹാഫ് സ്ലീവ് പൊട്ടിച്ച് കാണിച്ചു തരാം. ശരിക്കുള്ള പാക്കിംഗ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഉണ്ടാവും, അല്ലാത്തത് ചാക്കിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയി അങ്ങനത്തെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് കടയിൽ കൊണ്ടുപോയി ഡിസ്പ്ലേ ആക്കാം. ഇങ്ങനത്തെ സെയിം ഇതാ. ശരിക്കും ആ ലുക്ക് വരുമ്പോ ഇങ്ങനെ ആയിരിക്കും പൊട്ടിച്ച് വരുമ്പോ. ഫാബ്രിക് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, സ്ട്രെച്ച് ആണ്, ഭയങ്കര സോഫ്റ്റും ആണ്. ഒരു എന്താ പറയാ, ഭയങ്കര മെത്തയിൽ ഇങ്ങനെയൊക്കെ പിടിക്കില്ലേ നമ്മള്, മെത്താന്നും പറയാൻ പറ്റില്ല, ഒരു പൂച്ചേരെ മുകളിൽ ഇങ്ങനെ തലോടില്ല, ആ ഒരു ഫീൽ അല്ലേ? ആ ഒരു ഫീലിംഗ് തൊട്ട് നോക്കണം, അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ എന്നുള്ളത് ഉണ്ട് കേട്ടാ. ഇത് ഈ വാഷിങ്ങിന്റെ പ്രത്യേകതയാണ്, ഈ ഫീല് കിട്ടുന്നത് ഈ വാഷിന്റെ പ്രത്യേകതയാണ്. നോർമൽ ക്ലോത്തിന് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഈ ഒരു ഫീലിലേക്ക് മാറ്റിയെടുക്കാണല്ലേ. മറ്റേത് സാധാരണ ഷർട്ടുകളൊക്കെ പിന്നെ ചെറിയ പരിപ്പരിപ്പൊക്കെ ഉണ്ടാവും, കോട്ടന്റെ ഒക്കെ ആവുമ്പോ ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് ആയിട്ട് വരുന്നത്. ബ്രാൻഡഡ് ആണ്, ക്വാളിറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിലെ കളേഴ്സുകള് പല കളേഴ്സ് ഉണ്ട്, അതില് ഒരു 6-7 കളേഴ്സ് എങ്കിലും ഉണ്ട്. ഇതൊക്കെ നോർമൽ എപ്പോഴും വരുന്നതായിട്ട് നോർമലായിട്ട് കാര്യമായിട്ട് നമുക്ക് വരുന്നത്. അതിൽ കോട്ടണില് വേണോ, ജീൻസ് ഡെനിമില് വേണോ? ഡെനിമില് ബിഗ് സൈസിലേക്ക് മാത്രം ഞങ്ങൾ പിടിക്കണം കേട്ടോ. അതാ മാർക്കോ പോളോ ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇതാ ഇതിലൊക്കെ ബ്രാൻഡ് വരും. ഓ എൻ്റെ പൊന്നി, ഇത് ഏതാ സൈസ്? ഇതിൽ സൈസസ് 52 ആണ് സൈസ് വരുന്നത്. അപ്പൊ 52 സൈസ് ആയിരിക്കും. അപ്പൊ സൈസസും ഉണ്ട്, ബ്രാൻഡഡും ആണ്, ക്വാളിറ്റി ആണ്, അഫോർഡബിൾ റേഞ്ച് ആണ്, എല്ലാം കൊണ്ട് തേഞ്ഞു. പാന്റ് ട്രൗസേഴ്സ് അതെ കിട്ടുമ്പോഴേ അങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു കാരണം ഉണ്ടായേ. ഇടയ്ക്കിടയ്ക്ക് കളിയാക്കളോണ്ട് വിഷമം വിചാരിക്കണ്ട, ഞാൻ കുറച്ച് കുറയ്ക്കാ, അത് വെറുതെ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാട്ടോ, അത് ഫീൽ ആയെങ്കിൽ സോറി. എന്താ ഡെനിമിന്റെ ഷോർട്സിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതാ പക്ക ഡെനിമിന്റെ പല പല മോഡൽസ്, പല പല വെറൈറ്റിയില് കോട്ടണിലുണ്ട്. ഇത് നമുക്ക് ഓവൺ ആണ് ക്ലോത്ത്. എന്ത് ക്ലോത്താ? ഓവൺ ക്ലോത്ത്. ഏതാ ബ്രാൻഡ് വരുന്നത്? മാർക്കോ പോളോ. അപ്പൊ അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു നമുക്ക് കാണുമ്പോൾ നമ്മൾ പറയണത് ബനിയൻ സ്റ്റഫിൽ വരുന്നതാണ്, പക്ഷെ അല്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. മാർക്കോ പോളോ ബ്രാൻഡ് കേട്ടോ. അപ്പോൾ ബ്രാൻഡഡ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യണത്, അതും കൂടി എടുത്ത് പറയാ. ഓക്കെ, അത് ഈ ഒരു പോർഷനിൽ ആ ബാഗി പാൻറ്റും കൂടി ഒന്ന് ഇങ്ങോട്ട് എടുത്തൊരു ഫുൾ. അതെ, ഇതിന്റെ അപ്പുറത്തേക്ക് പെട്ടുപോയി അല്ലേ? ഇത് ഫുള്ള് ഇതിന്റെ അപ്പുറത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ചാക്കിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. പാൻറ്റുകളുടെ ഇനി കുറവ് വേണ്ട. എന്നാ ഇത് ബാഗി ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള ഫിറ്റ്, കാർഗോസിൽ ബാഗി, ഇതൊക്കെ ട്രെൻഡി ഐറ്റംസ് കിട്ടും. അതെ, ബ്രാൻഡും ആണ്, ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ടാവും. ചേട്ടാ പെണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ ഇവിടെ? ഗേൾസ് ഉണ്ട്, ഗേൾസ് അല്ല ലേഡീസ് ഉണ്ട്. ലേഡീസ് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക്. മാക്സിമം നമ്മൾ ഇതെന്താ പറയാ, ഓപ്പൺ ഓർഡർ ആണ് കൂടുതലായിട്ട് എടുക്കല്ലേ ലേഡീസ്. ഈ ലേഡീസിന്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് എപ്പോഴും ട്രെൻഡിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ ഇതിലങ്ങനെ കൂടുതൽ അങ്ങനെ വരില്ല. പ്രൊഡക്ഷനിലാണ് കൂടുതൽ ഇങ്ങനെ ബ്രാൻഡഡ് ഇങ്ങനെ പാറ്റേൺ മാറിക്കൊണ്ടേയിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുതിയ ട്രെൻഡ് വരുമ്പോ അതിനനുസരിച്ചിട്ട് സ്റ്റോക്ക് ഔട്ട് ആവും, പിന്നെയും വരണം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റോക്ക് ഇങ്ങോട്ട് കിട്ടാനായിട്ടുള്ളത്. പക്ഷെ ജെൻസ് എന്ന് പറയുമ്പോ എപ്പോഴും ഈ ഒരു ബാഗി, പാരഷൂട്ട്, അതൊക്കെ ബ്രാൻഡഡ് ഐറ്റംസിൽ ഇവിടെ കിട്ടും. അപ്പൊ ഇത് പാരഷൂട്ട് ആണ്, ബാഗി ആണ്. 6 പോക്കറ്റ് ബാഗ്, 2 പോക്കറ്റ്, 6 പോക്കറ്റ്, 8 പോക്കറ്റ്, 4 പോക്കറ്റ്, അങ്ങനെ കളേഴ്സുകളും ഉണ്ട്, വെറൈറ്റികളും ഉണ്ട്. ഇനി ഇതൊക്കെ വേണം കേട്ടോ. ഡെനിമിന്റെ ഉണ്ട്, കോട്ടണിലും വരുന്നുണ്ട്. ഒക്കെ ബ്രാൻഡ് വരുന്നത് റോഡ്സ്റ്റർ വരുന്നുണ്ട്. ഇത് ബെനിക്ലീഡിന്റെ ബ്രാൻഡാണ്. ഇനി ഇതിന്റെ MRP പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഞെട്ടൂട്ടാ, അത് വേറെ വിഷയം. MRP പ്രൈസ് വരുന്നത് 2299 ആണ്. പക്ഷെ ഇവിടത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. റേറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? പറയാലോ, അതൊന്നും കുഴപ്പമില്ല, പറയാം. 600, 500 ആ ഒരു റേറ്റ് ഉള്ളൂ. ആ റേറ്റേ ഉള്ളൂ.
വാവ് 600-500 ഈ ഒരു പാരഷൂട്ടും ബാഗി പാൻറ്റും ഒക്കെ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും വന്ന് ചൂസ് ചെയ്യാം. പക്ഷെ ചാക്കായിട്ട് എടുക്കണം, അത്രേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചാക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാക്ക് എടുത്തിട്ട് പോകലല്ല, ചാക്കിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അല്ല എന്ന് വെച്ചാൽ ഹോൾസെയിലാണ്, ബൾക്കായിട്ട് എടുക്കണം, അതാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് വന്നിട്ട് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ കോർട്ട് റോഡ്, കോളേജ് റോഡ് എന്ന് പറയും, പാലക്കാട്. പാലക്കാട് നിയർ അലൻസോളി ഷോറൂം, അതിന്റെ ഓപ്പോസിറ്റ് റൈമൺ ഷോറൂം. ഇത് റേമൻ എന്ന് പറയുന്നത് തൊട്ട് അപ്പുറത്തെ ബിൽഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പുറത്തെ ബിൽഡിംഗ്. ഇതിന്റെ തൊട്ട് ഇപ്പുറത്തെ ബിൽഡിംഗ് വരുന്നത് ബീബ ബ്രാൻഡിന്റെ ഷോറൂം ഉണ്ട്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ അലൻസോളി, പിന്നെ പാന്തലൂൺ ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒക്കെ ചുറ്റും വലിയ വലിയ ബ്രാൻഡഡ് ഐറ്റംസിന്റെ ഷോറൂം കോളേജ് റോഡ് ഇതല്ലേ ഈ റോഡിന് പറയുന്നത്. പിന്നെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ജില്ലാ ഹോസ്പിറ്റൽ വരുന്നത്, പാലക്കാട് ജില്ലാ ഹോസ്പിറ്റൽ. അവിടെ എത്തിയിട്ട് നിങ്ങൾ ഫോൺ വിളിച്ചാലും മതി, അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒക്കെ ഇതേ ഇവിടെ കോളേജ് റോഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കോള് ഇങ്ങോട്ട് പോകുന്നു. ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ? നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ പേരിനൊക്കെ പറയണേക്കാളും നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ ഇത് അറിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ലൊക്കേഷൻ. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ബിൽഡിങ്ങിന്റെ പേരല്ല ഫേമസ് എന്താ? ബാംഗ്ലൂർ ഫാക്ടറി ഔട്ട്ലെറ്റ്, അതാണ് ഫേമസ്. അതിന്റെ തൊട്ടപ്പുറത്ത് കുറെ ഷോറൂമിൽ വലിയ നമ്മൾ പേര് കേട്ടവരാ. അതിൽ ആ സെയിം ഐറ്റംസ് തന്നെ നമുക്ക് സർപ്ലസ് ആയിട്ട് ഇവിടെ കിട്ടും. അതാണ് മെയിൻ. ഇനി നമുക്ക് കുറെ കിഡ്സിന്റെ ഐറ്റംസ് കൂടി കാണിക്കാറുണ്ട്. ആ കിഡ്സിന്റെ 15 വയസ്സ് വരെയൊക്കെയുള്ള, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാ വെറൈറ്റീസ് ഇനി കാണിക്കാം. നമുക്ക് ഈ ഒരു സെക്ഷനിലാണ്. അപ്പൊ ഒന്ന് എടുക്കേണ്ടി വരും. അവിടെ ഈ ലോഡ് വന്ന കാരണം ഓക്കെ. അപ്പൊ ഇന്ന് പൊട്ടിക്കാനുള്ള ഒരു ടൈം വേണം. ചാക്കിലെ സാധനങ്ങൾ മൊത്തം ഇങ്ങനെ പൊട്ടിച്ച് ബൾക്കായിട്ട് ഇതൊക്കെ മൊത്തം കിഡ്സിന്റെ ഐറ്റംസ് ആണ്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്നാണ്. ഫുള്ള് ഷിപ്മെന്റ് കണ്ടീഷനിലുള്ള സാധനങ്ങളാണ്, ഫുള്ള് കിഡ്സിന്റെ. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇതാ പൊട്ടിച്ച് നിങ്ങളുടെ മുന്നിൽ ലോഡ് വന്നു സാധനങ്ങൾ. അപ്പൊ ഈ ഫുള്ള് ഈ ആങ്കറിൽ ഇരിക്കുന്ന സാധനം മൊത്തം എടുക്കണം. ഇതൊരു സെറ്റ് ആണ്. എങ്ങനെയാ വരുന്നത്? അപ്പൊ ഇത് ഏജ് 6 months മുതൽ സ്റ്റാർട്ടിങ് 6, 9, 12, 18 അങ്ങനെ വരും. ഹാങ്കർ അടക്കാണ് കിട്ടണം നോക്കിയാൽ. പിന്നെ ബ്രാൻഡഡ് ആകുമ്പോൾ അതിന് തന്നെ 6 to 9 ഇവിടെ എഴുതിയിട്ടുണ്ടാവും. 3 to 4 അങ്ങനെ. ഇത് ഫുൾ അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ ഒരു സെറ്റ്. ഇത് ഒരു സെറ്റ് അങ്ങനെ പാക്കിംഗ് കണ്ടീഷനിൽ വരും. ഇതൊക്കെ ഷിപ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഷിപ്മെന്റ് ക്യാൻസൽ വരുന്ന ഇതൊക്കെ അങ്ങനെ വരുന്നതാണ്. ഷോറൂം കണ്ടീഷനിലുള്ള സാധനമായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ബൾക്ക് അങ്ങനെ തന്നെ ആ ഒരു സെറ്റ് ഫുൾ അങ്ങനെ. അപ്പൊ കിഡ്സിന്റെ ഒരു ഷോറൂം ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് വേണമെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മളിപ്പോ പുതിയ സാധനം വന്നത് സാറാന്റെ ആണ്. ക്രോഷ്യ മോഡൽ കേട്ടാ. യോക്കിൽ ഫുൾ ഇങ്ങനെ ക്രോഷ്യയുടെ പാറ്റൊക്കെ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. മാർക്കൻ സ്പെൻസർ ഇതാ സെമി, അത് സാറ. ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ്. ഷിപ്പ് എങ്ങനെ ഫുൾ ഇങ്ങനെ അടിപൊളി പാക്കിംഗ് കേട്ടോ. പാർട്ടി വെയർ ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. പാർട്ടി വെയർ, ഇത് ഫുൾ പാർട്ടി വെയർ ഐറ്റംസ് എന്ന് വെച്ചാൽ കുറേ ഉണ്ട്. ഇഷ്ടം പോലെ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. കിഡ്സിൽ ഒരു 450-500 സ്റ്റൈൽ ഉണ്ടാവും. കിഡ്സിൽ 450-500 സ്റ്റൈൽസ് ഉണ്ടാവും. 450-500 സ്റ്റൈൽസ് ഉണ്ടാവും. ഇത് മൊത്തം കിഡ്സ് ആണ്. ഈ കാണുന്നത് മൊത്തം കിഡ്സ് ആണ്. ഈ അറ്റം തൊട്ട് അതുവരെ കിഡ്സ് ആണ്. ഇത് ഇപ്പൊ ഇതെല്ലാം കിഡ്സ് ആണ്. ഇത് ഫുൾ ബോയ്സിന്റെ ജീൻസ്, ബോയ്സ് ഗേൾസ്, വലിയവർക്കുള്ളത്, കുട്ടികൾക്കുള്ളത്. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടികൾക്കായാലുള്ള സാറ ബ്രാൻഡ് ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും. കുട്ടികള് ബോൺ ബേബീസ് 0 ഇയേഴ്സ് തൊട്ട് 15 ഇയേഴ്സ് വരെ എല്ലാം 0 മുതൽ. ഇതിലെന്താന്ന് വെച്ചാൽ എല്ലാം 0 മുതൽ 15 ഉണ്ടാവില്ല. 0 മുതൽ 5 ഉണ്ടാവും, 5 മുതൽ 10, 8 മുതൽ 20 അങ്ങനെ മാറി അത് എപ്പോഴാണ് നിങ്ങൾ വരണെന്ന് വെച്ചാൽ നോക്കി, എപ്പോഴാ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നോക്കിയിട്ട്. സ്ലീവ്ലെസ് ആയിട്ടുള്ളത്, വാവ്, സിമ്പിൾ ആയിട്ടുള്ള. ഇത് ജംപ് സൂട്ട് പോലെയാണെന്ന് തോന്നുന്നു. അതെ, ജംപ് സൂട്ട് ടൈപ്പാണ് കേട്ടോ. ഇതൊരു പാർട്ടി വെയർ ടൈപ്പ് ഒക്കെ. അതിപ്പോ നിങ്ങൾ പൊട്ടിച്ച് കുട്ടികളും തിളങ്ങട്ടെ. കണ്ടോ, ഇത് നേരത്തെ കണ്ടത് തന്നെ അത് തന്നെ പാർട്ടി വെയറില്. ഇത് കോട്ടണില്. ഇതും ഈ ഫുള്ള് ഇരിക്കണത് മൊത്തം അങ്ങനെ തന്നെ എടുക്കണം. അത് ഫുൾ അങ്ങനെ തന്നെ. H&M ബ്രാൻഡ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സെറ്റ് അങ്ങനെ തന്നെ എടുക്കാം. വീണ്ടും വീണ്ടും പറയാം ഇത് ഹോൾസെയിലാണ്, റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുക. എത്ര ഹോൾസെയിൽ പറഞ്ഞാലും ഈ സാധനങ്ങൾ കാണുമ്പോഴേ ബ്രാൻഡ് കാണുമ്പോഴേ വിലയും കൂടി പറഞ്ഞല്ലോ, അപ്പോൾ എന്തായാലും വിളി വരാണ്ടിരിക്കില്ല. അത് തടയാൻ പറ്റില്ല. പക്ഷേ വീണ്ടും പറയാണ് ഇത് ഹോൾസെയിലാണ്. ഇനി ഇതിലത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചാലോ? ഇത് നമ്മൾ കാണിച്ചു. ഇതൊക്കെ നോക്കിയേ, നല്ല നല്ല പുതിയ പുതിയ കുട്ടികൾക്കുള്ള വെറൈറ്റീസ് ടോപ്സുകൾ, ഫുൾ ഹാങ്കർ പീസും ഉണ്ട്, ഹാങ്കർ അല്ലാത്ത പീസുകളും ഉണ്ട്, ഫ്രോക്കുകളുണ്ട്. അതിലത്തെ പല പല ഒക്കെ എന്തൊരു സോഫ്റ്റ് ഡെനിമിൻ്റെ ലൈറ്റ് വെയ്റ്റിലുണ്ട്, അതുപോലെ പാൻസിലുണ്ട്, ഫ്രോക്കുകളുണ്ട്. ഇതൊക്കെ വെറൈറ്റിയാണ് കേട്ടോ. ഒക്കെ ബ്രാൻഡഡ് ഐറ്റം ആണ്. ഏതൊക്കെ ബ്രാൻഡ് ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തുണ്ട് അതൊക്കെ മിക്കതും കിട്ടും. എല്ലാം ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ആവുന്ന ഒരുവിധം എല്ലാ ബ്രാൻഡും ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അത് കുട്ടികളുടെ ആയാലും ശരി, വലിയവർക്കുള്ളതായാലും ശരി. ഡെനിമിന്റെ ഫ്രോക്ക് അടിപൊളി ഷെയ്ഡുകളൊക്കെ പല പല ഷെയ്ഡുകൾ, പല പല വെറൈറ്റീസിൽ കണ്ടോ. ഇത് സ്ട്രൈപ്സില് ഇവിടെ ഉണ്ട് പേരടക്കം കണ്ടോ. അപ്പൊ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഒക്കെ. സർപ്ലസ് ഓക്കെ, ലിനൻ ടച്ചിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് കാഷ്വൽ ഫ്രോക്ക്. എന്നാ കണ്ടാൽ നമുക്ക് ഒരു ഡെനിമിന്റെ ഫീല് തരും, പക്ഷെ ലിനന്റെ മെറ്റീരിയൽ ആണ്. ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഒക്കെ ഫീലിംഗ് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് ഫുൾ ബണ്ടൽ, ഒരുപാട് ഇഷ്ടം പോലെ. ഇത് വേറെ തന്നെ പൊട്ടിച്ച് ഇപ്പൊ ലൈവായിട്ട് കാണിക്കണം. ഇത് ശരിക്കും പാലക്കാട് സെന്റർ തന്നെയാണ് കേട്ടോ വരേണ്ടത്. സ്ഥലം എന്ന് പറയണത് മൾട്ടി കളറിൽ നല്ലൊരു അടിപൊളി കുട്ടികൾക്ക്. ഇത് പെൺകുട്ടികളുടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ആൺകുട്ടികളുടെ ഉണ്ട്. ആൺകുട്ടികളുടെ ടീഷർട്സും ഷോർട്സ് ഉണ്ട്. അങ്ങനെ ഗേൾസിനാണല്ലോ കൂടുതൽ മോഡൽ എപ്പോഴും ഉണ്ടാവുക, ഗേൾസിനാണ് വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടാവുക. ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഗേൾസിനാണ് കൂടുതൽ പാറ്റേൺ ഉണ്ടാവുക. ബോയ്സിന് അങ്ങനെ പാറ്റേൺ കുറവായിരിക്കും, എന്നാലും മാക്സിമം ഉണ്ടാവും. ഓ എന്ത് രസല്ലേ. ഇത് കോട്രോയ്, അടിയിലത്തെ ഇത് കോട്രോയ് ഫാബ്രിക് ആണ്. മുകളിൽ തന്നെ ബനിയൻ സ്റ്റഫിൽ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ ഷോർട്സ് കുട്ടികളുടെ. അതിൽ പല കളേഴ്സിലുണ്ടാവില്ല. പൊട്ടിക്ക് ഇങ്ങനെ വലിച്ച് പൊട്ടിക്ക്, ഇത് പിന്നെ വെക്കണ്ടല്ലേ. അങ്ങനെ ഒരു ആവശ്യം വരട്ടങ്ങള് കണ്ട. ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഇതിന്റെ ചെറിയ ഇങ്ങനെ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ മോഡൽസ് ഉണ്ട്, എന്തൊക്കെ കാണിക്കൂ. ബ്രാൻഡുകൾ എല്ലാം ഏതൊക്കെ മോഡൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ബ്രാൻഡില് അൺബ്രാൻഡിൽ കുറെ മോഡൽ ഉണ്ട്, അതൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ബ്രാൻഡിൽ ഏതൊക്കെ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ടോ ഡിഫറെന്റ് വെറൈറ്റി അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. ദുബായ് എക്സ്പോർട്ട് മാക്സ് ആണ്. ദുബായ് എക്സ്പോർട്ട് മാക്സ് ആണത്. മാക്സ് ആണ് ഇവിടുത്തെ മാക്സ് അല്ല, ദുബായിൽ പ്രോഡക്റ്റ് ക്വാളിറ്റി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ റേറ്റ് വരുന്നത് യൂറോ ബേസിലും ഇതിലൊക്കെ ആയിരിക്കും. ഇത് UK, ദുബായ് അങ്ങനെ പോകുന്ന സംഭവം ഇവിടുത്തെ അല്ല. ഇവിടെ കാണുന്ന മാക്സ് അല്ല, കേരളത്തിലും ഇന്ത്യയിലും കിട്ടുന്ന മാക്സ് അല്ല. അപ്പൊ ഈ മാക്സിന്റെ എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ ഷോറൂമിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അതിൽ സെറ്റ് ആയിട്ട്. ആ സെറ്റാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത്. ഇതാണ് സെറ്റ് വൈസിന്റെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റാണ്. ഇതാണ് ശരിക്കും നമ്മൾ മാക്സിന്റെ ഷോറൂമിൽ പോയിട്ട് അവിടെ ഭയങ്കര റേറ്റ് കൂടിയിട്ട് നമ്മൾ മേടിക്കുന്ന ഐറ്റംസ്. അതെ. ഇതിപ്പോ ഒരു സെറ്റാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ഷോപ്പുകാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരൊറ്റ ഇതായി ഇങ്ങനെ കൊണ്ടുപോയി ഹാങ് ചെയ്ത് വെക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ പല പല മോഡൽസ്, പല പല കളേഴ്സ് ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ക്ലോത്തുകളാണ്. കുട്ടികൾക്ക് തന്നെ ഇത്രയും വെറൈറ്റീസ്. ഇത് ഞങ്ങൾ ശരിക്കും ഇവിടെ നിന്നുകൊണ്ട് ഈ ചുറ്റത്തുള്ള സംഭവങ്ങൾ മാത്രം എടുക്കണം. ഇത് കൂടാതെ ആ അറ്റം വരെ കാണുന്നത് ഫുൾ കുട്ടികളുടെ കളക്ഷൻസ് ആണ്. എല്ലാം കാണിക്കാൻ നമുക്ക് പോസിബിൾ അല്ലല്ലോ. പിന്നെ ചാക്കിൽ ഇനിയും പൊട്ടിക്കാൻ കിടക്കുന്നുണ്ട്. ഒന്ന് സൈഡ് ഒതുങ്ങി ചാക്കുകൾ, ഇതേപോലെ വന്ന ചാക്കുകൾ ഒന്നും നമ്മൾ ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ടേ ഇല്ല. ഫുൾ ഹാങ്കർ പീസ്. ഇത് അതേപോലെ സെറ്റ് വൈസിൽ വരുന്ന ഒരു സെറ്റ് കോട്ടന്റെ പക്ക കോട്ടൺ 100% പ്യൂർ കോട്ടൺ. ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇത് അതെ, സെറ്റ് എല്ലാം ഫുള്ളായിട്ട് അങ്ങനെ തന്നെ എടുക്കണം. അല്ല സർപ്ലസ് എന്ന് പറയുമ്പോൾ സർപ്ലസിൽ തന്നെ ചിലപ്പോൾ ഈ സിംഗിൾ പീസ് ആയിട്ട് അങ്ങനെയുണ്ട്. സിംഗിൾ പീസ് ഉണ്ട് നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ കൂടുതൽ ഇങ്ങനെ ആയിരിക്കും. സിംഗിൾ പീസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. രണ്ടും ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ സെറ്റിലാവുമ്പോൾ സെറ്റ് വൈസ് തന്നെ എടുക്കണം. സിംഗിൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പൊ ഇതും ഒരു അടിപൊളി ഒരു ഡെനിമിന്റെ 2 പീസിന്റെ ആണ് സെറ്റ് വരുന്നത്. അതിന്റെ ബൾക്കാണ് ഈ ഇരിക്കണം മൊത്തം. കണ്ടോ, ഇത് ഫുള്ള് ഇതാ നോക്കിയാൽ ബൾക്കായിട്ട് ഇരിക്കണം സംഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് വന്നപ്പോൾ അന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയതാട്ടോ ഞങ്ങൾ. ഇത് വലിയ കുട്ടികൾക്കുള്ളത് 15 സൈസ്, 15 വയസ്സ് വരെ, സൈസല്ല 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പല മോഡൽ. കുഞ്ഞു കുട്ടിയുടെ അല്ലേ 0
ആഹാ എന്താ ഭംഗി നോക്ക്. 2 piece ആണത്. അതെ ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഉള്ളിലേക്ക് ഇടാനുള്ള ബനിയന്റെ ടീഷർട്ടും സെപ്പറേറ്റ് വരും. സെപ്പറേറ്റ് 0 size തൊട്ടിട്ടുണ്ടാവും. ഇതാ ഇങ്ങനെയാണ് വരിക. ഇത് 2 പീസ് ചെറിയ ബോൺ ബേബി. അടിപൊളി അല്ലേ. ക്ലോത്ത് ഒക്കെ ഭയങ്കര സോഫ്റ്റ്. നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര വയസ്സായി? എനിക്ക് ഒരു കുട്ടിക്ക് 2 വയസ്സായി, ഒരു മോന് 6 വയസ്സായി. അപ്പൊ കിട്ടൂലേ. കുട്ടികളുള്ളവർക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹരല്ലോ, ഓരോ ദിവസങ്ങളും മാറ്റി മാറ്റി അതും അവർക്ക് ഇട്ട് കാണുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് വേറെ തന്നെയല്ലേ. ആ ഒരു ഫീലിംഗില്ല. അപ്പോൾ അത് ഒന്നും ഓടിപ്പിച്ച് നോക്കിയാൽ ഫുൾ ആ ഒരു ബൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, ഇതൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങൾ തന്നെ കണ്ടോ. അപ്പൊ നിങ്ങൾ നേരിട്ട് വന്നാൽ നിങ്ങൾ തന്നെ പൊട്ടിച്ച് കാണാം അല്ലേ. അപ്പൊ ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞേ. പാലക്കാട് കോർട്ട് റോഡ്, പാലക്കാട്. കോളേജ് റോഡ് എന്നും പറയും, കോർട്ട് റോഡ് എന്നും പറയും, പാലക്കാട്. അപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് നമ്മുടെ കേരളത്തില് പാലക്കാടില് കോളേജ് റോഡിന്റെ അടുത്തുള്ള ചുറ്റും കുറെ വലിയ വലിയ ഷോറൂമുകളുണ്ട്. എലൻസോണി, റേമൻ, ബീബ, പിന്നെ പാന്തലൂൺ, അങ്ങനെ കുറെ ഉണ്ട്. അതിന്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്. ഇതിനേക്കാളും വലിയ ഫേമസ് ആണ് ബാംഗ്ലൂർ ഫാക്ടറി ഔട്ട്ലെറ്റ്. അതെ പഠിച്ച എന്റെ കൂടെ വന്നിട്ടോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി ബാക്കിയുള്ളതൊക്കെ അവർ ഇവിടെ വന്നിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോട്ടെ അല്ലെ. കുറെ കാണിക്കാനുണ്ട്, ഇതൊക്കെ കാണിക്കാൻ. എന്നാലും ഒന്നുകൂടി പറയാൻ വിട്ട ഒരു സംഭവം, നമ്മളൊരു ഷോപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു, അവർക്കൊരു പ്ലേസ് ഉണ്ട്, ഒരു 10-300 സ്ക്വയർ ഫീറ്റിൽ ഒരു കട ഉണ്ട്, ഒരു ഷട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് വേണ്ട സ്റ്റോക്ക് ഫുള്ള് കിഡ്സ് ആണോ കിഡ്സ് കൊടുക്കും, മെൻസ് ആണോ മെൻസ്, ഏത് സ്റ്റോക്ക് വേണോ നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോക്ക് അതേപോലെ അനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ അവർക്ക് തീരുന്ന അനുസരിച്ച് സ്റ്റോക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 4-5 ഷോപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്, എല്ലാം നല്ല റണ്ണിങ് കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ടായാൽ മതി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇനി വേറെ ഒന്നും നോക്കാനില്ല. ഒരു ബെഡ്റൂം ആയാലും നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഓൺലൈൻ ത്രൂ ആണെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ കട ഇട്ടിട്ടാണെങ്കിൽ അതിലും അങ്ങനെ ചെയ്യാം. ഓൺലൈൻ ചെയ്യുന്ന കസ്റ്റമർ വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അപ്പൊ സമയം നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ, എപ്പോ വരണോ? നമ്മളിവിടെ ആളുണ്ട്. നമ്മളൊരു 10 മണിക്ക് ഓപ്പൺ ആണ് ഇത്. രാവിലെ 10 മണിക്ക്, വൈകുന്നേരം രാത്രി 9 മണി വരെ. രാത്രി 9 മണി. പിന്നെ അങ്ങനെ ദൂരത്തുനിന്ന് വരുന്ന കസ്റ്റമർ ചിലപ്പോൾ ട്രാവൽ ചെയ്ത് വരുന്നവരാണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യും. അത് ടൈം ഒരു ഇതല്ല, പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ കച്ചവടം നടത്ത സന്തോഷമായിട്ട് നിങ്ങൾ ആ ബിസിനസ് റൺ ചെയ്യുക, അത് കാണാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്കല്ലേ. സൺഡേയോ? സൺഡേ ഓപ്പൺ ആണ്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ പാലക്കാട് നല്ല ഒരു പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ പാലക്കാട് താമസിക്കുന്നത്. പാലക്കാടൊക്കെ താമസിക്കാന്ന് പറയുമ്പോ സമ്മതിക്കണം, ചൂട് ഇവിടെ തന്നെ ഒഴുകി. ചൂടുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ഓക്കെയാണ് ഇവിടെ. മഴയാണെങ്കിൽ മഴ ഉണ്ടാവും, ചൂടാണെങ്കിൽ ചൂട്, അത്യാവശ്യം ചൂടുണ്ടാവും, മഴയാണെങ്കിൽ മഴ, എല്ലാം കൊണ്ട് ഓക്കെയാണ്. എല്ലാം കൊണ്ട് സ്നേഹമാണെങ്കിൽ വാരിക്കൂരി അങ്ങോട്ട് സ്നേഹം, ദേഷ്യമാണെങ്കിൽ അതിന്റെ അങ്ങനെയല്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ബണ്ടലൊക്കെ ഇനി പൊട്ടിക്കാനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾ പൊട്ടിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ്, യൂട്യൂബ് അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അതിൽ കയറിയിട്ടായാലും നമുക്ക് കളക്ഷൻസ് കാണാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു. കിടക്കട്ടെ, 2 കൈ കൊണ്ട്. ബൈ ബൈ.